എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അടുത്ത അല്ലെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഡിവിഡൻഡ് കൊടുക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത ചില ഷെയർസിൻ്റെ ഡീറ്റെയിലാണ്. ഏകദേശം 15ഓളം ഷെയർസ് അടുത്ത ആഴ്ച ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ 32 രൂപ വരെ ഡിവിഡൻഡ് കൊടുക്കുന്ന ഷെയർസുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഷെയറായിട്ട് പരിശോധിക്കാം. എന്നാണ് അതിൻ്റെ ഷെയറിൻ്റെ പേര്, അതുകൂടാതെ നമ്മളെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, അതായത് റെക്കോർഡ് ഡേറ്റ്, നമ്മളെ ഡേറ്റ്, ഡിവിഡൻഡ് കൊടുക്കുന്ന ഡേറ്റ്, അതുകൂടാണ്ട് എത്ര പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയി പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തെ ഷെയർ MRPL ആണ്, അതായത് മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോൾ. 171 രൂപയുടെ ഇപ്പോൾ നടക്കുന്ന മാർക്കറ്റ് റേറ്റ്. MRPL ഏകദേശം 1 രൂപയുടെ അത് ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ഷെയറിന് 1 രൂപ, അതായത് ഡിസംബർ 2-ാം തീയതിയാണ് റെക്കോർഡ് ഡേറ്റ്. 2/2/24 റെക്കോർഡ് ഡേറ്റ്. 1 രൂപയുടെ ഡിവിഡൻഡ് MRPL, മാംഗ്ലൂർ റിഫൈനറി പെട്രോ കെമിക്കൽ എന്ന് പറയുന്ന ഷെയർ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. അടുത്ത ഷെയർ കേവാൽ കിരൺ ക്ലോത്തിങ് എന്ന് പറയുന്ന ഒരു ഷെയറാണ്. 745 രൂപയുടെ ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫെബ്രുവരി 2-ാം തീയതിയാണ് ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. 2 രൂപയുടെ അത് ഒരു ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. ഫെബ്രുവരി 2-ാം തീയതിയാണ് റെക്കോർഡ് ഡേറ്റ്. അടുത്ത ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഷെയറാണ് CESC. 131 രൂപ 40 പൈസയുടെ ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ്. CESC റെക്കോർഡ് ഡേറ്റ് പറയുന്നത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. ഈ വർഷം, അതായത് ഫെബ്രുവരി അടുത്ത മാസം 1-ാം തീയതിയാണ് അത് റെക്കോർഡ് ഡേറ്റ്. അത് 4 രൂപ 50 പൈസയുടെ ഒരു ഷെയർ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ച ഷെയറാണ് CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ. 449 രൂപ 35 പൈസയുടെ ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. CG പവർ ആൻഡ് സിസ്റ്റംസ്, അതിൻ്റെ CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ, ആ കമ്പനിയുടെ റെക്കോർഡ് റേറ്റ് വന്നിരിക്കുന്നത് ഫെബ്രുവരി 5-ാം തീയതിയാണ് റെക്കോർഡ് ഡേറ്റ്. 1 രൂപ 30 പൈസയുടെ ഒരു ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ച മറ്റൊരു ഷെയറാണ് അപ്കോടെക്സ് ഇൻഡസ്ട്രീസ്. 491 രൂപ 90 പൈസയുടെ ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ്. ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ച അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഫെബ്രുവരി 5-ാം തീയതിയുടെ. ഫെബ്രുവരി 5-ാം തീയതി 2 രൂപയുടെ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. ഒരു ഷെയറിന് 2 രൂപ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അടുത്ത ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ച മറ്റൊരു ഷെയറാണ് സോന BMW പ്രിസിഷൻ ഫോർജിങ്സ്. 585 രൂപയുടെ ഇപ്പോൾ കറൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് റേറ്റ്. സോന BMW എന്ന് പറയുന്ന ഷെയർ 2024 ഫെബ്രുവരി 5-ാം തീയതിയാണ് അതിൻ്റെ റെക്കോർഡ് റേറ്റ്. ഫെബ്രുവരി 5-ാം തീയതി 1 രൂപ 53 പൈസയുടെ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ച മറ്റൊരു ഷെയറാണ് CO ഫോർജ് ലിമിറ്റഡ്. 6369 രൂപയുടെ ഇന്നത്തെ ക്ലോസ് റേറ്റ്. ഈ ഷെയർ ക്ലോസ് ചെയ്ത റേറ്റ് 6369. CO ഫോർജ് ലിമിറ്റഡിൻ്റെ ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് ഫെബ്രുവരി 5-ാം തീയതിയുടെ. 19 രൂപയുടെ നമുക്ക് ഡിവിഡൻഡ് കിട്ടാം. ഒരു ഷെയറിന് 19 രൂപ. അടുത്ത ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ച മറ്റൊരു ഷെയറാണ് സെൻസാർ ടെക്നോളജി. 569 രൂപയുടെ നമ്മളെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 2-ാം തീയതിയാണ് അത് ഡിവിഡൻഡ് കൊടുക്കാൻ റെക്കോർഡ് ഡേറ്റായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. 2 രൂപ ഒരു ഷെയറിന് നമുക്ക് ഡിവിഡൻഡ് കിട്ടുക 2 രൂപയുടെ സെൻസാർ ടെക്നോളജിയുടെ. അടുത്ത നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ച മറ്റൊരു ഷെയറാണ് പൂൻവാല ഫിൻകോർപ്പ് എന്ന് പറയുന്ന ലിമിറ്റഡ്. 477 രൂപയുടെ ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ്. പൂൻവാല ഫിൻകോർപ്പറേറ്റ് നമ്മുടെ ഡിവിഡൻഡ് ഡേറ്റ് ജനുവരി 31-ാം തീയതി ഡിവിഡൻഡ് കൊടുത്ത് 2 രൂപ വെച്ചിട്ട് നമുക്ക് ഒരു ഷെയറിന് ഡിവിഡൻഡ് കിട്ടാം. പൂൻവാലയ്ക്ക് 2 രൂപ. അടുത്ത ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന മറ്റൊരു ഷെയറാണ് സൂരജ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഷെയർ. സൂരജ് കോർപ്പറേഷൻ 31-ാം തീയതി, ജനുവരി 31-ാം തീയതി ഡിവിഡൻഡ് കൊടുക്കാൻ തരും. 1 രൂപ 50 പൈസയുടെ നമുക്ക് ഡിവിഡൻഡായിട്ട് കിട്ടാം. ഒരു ഷെയറിന് 1 രൂപ 50 പൈസ. കറൻറ്റ് ഷെയർ പ്രൈസ് 221.9 രൂപയുടെ കറൻറ്റ് ഷെയർ പ്രൈസ്.
അടുത്ത ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ച മറ്റൊരു ഷെയറാണ് മെട്രോ ബ്രാൻഡ്സ്. 1071 രൂപയുടെ ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. മെട്രോ ബ്രാൻഡ്സ് ജാനുവരി 31 ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ 2 രൂപ 75 പൈസയാണ് നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടാം. 2 രൂപ 75 പൈസ. അടുത്ത ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ച മറ്റൊരു ഷെയറാണ് ഗോദി പ്ലാസ്കോൺ. 49 രൂപയുടെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോദി പ്ലാസ്കോൺ ജനുവരി 30 അതിൻ്റെ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചത് 2 രൂപയുടെ നമുക്ക് ഡിവിഡൻഡ് കിട്ടാം. അതായത് 49 രൂപയുടെ ഷെയറിന് 2 രൂപ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അടുത്ത ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ച ഷെയറാണ് പേഴ്സിസ്റ്റൻ്റ് സിസ്റ്റംസ്. 8475 രൂപയുടെ ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പേഴ്സിസ്റ്റൻ്റ് സിസ്റ്റം അതിൻ്റെ ഡിവിഡൻഡ് ഡേറ്റ് ഡിക്ലെയർ ചെയ്തത് 30/1/2000, അതായത് ജനുവരി 30 ഈ മാസം 30 അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് തീരുമാനിച്ചത്. 32 രൂപയുടെ നമുക്ക് ഒരു ഷെയറുമ അതിന് ഡിവിഡൻഡ് ആയിട്ട് കിട്ടാം. 32 രൂപ. അപ്പോൾ ഇത്രയുമാണ് അടുത്ത ആഴ്ച ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ച ചില ഷെയർസ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും അറിയിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.